ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ അപ്ഡേഷൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതിങ്ങനൊരു എവിക്ഷൻ നടക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നല്ലേ, മിഡ് വീക്ക് എവിക്ഷൻ ഇതിന് മുന്നേയും നടന്നിട്ടുണ്ടെങ്കിലും ഈ തരത്തിലുള്ളൊരു മിഡ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. എങ്ങനെയാണെന്നല്ലേ, അതായത് നമ്മുടെ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെയിട്ട് 6 പേരെ തിരഞ്ഞെടുക്കുക. 6 പേരെ തിരഞ്ഞെടുക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ എല്ലാ ഹൗസ്മേറ്റ്സും വന്നിട്ട് സംസാരിക്കുക. ഞാനിവിടെ നിൽക്കാൻ എന്തുകൊണ്ട് അർഹയാണ് എന്ന് സംസാരിക്കുക. ആ സംസാരത്തിൽ തൃപ്തികരമല്ലാതെയും ഏറ്റവും നന്നായിട്ട് സംസാരിച്ചില്ല എന്ന് തോന്നുന്ന ആളുകളെ ആണ് ഈ എവിക്ഷനിലേക്ക് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യേണ്ടത്. അത് ഇൻറ്റു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബോർഡിൽ ഇൻറ്റു മാർക്ക് ചെയ്തിട്ടാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അവർ ഈ സ്പീച്ചിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ പേഴ്സണൽ റീസൺസും ഇതുവരെയുള്ള ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ പുറത്തു പോകുന്നത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതായത് നമ്മൾ പ്രേക്ഷകർ വോട്ട് ചെയ്ത് ഏറ്റവും ലീസ്റ്റ് വോട്ട് കിട്ടുന്ന ആളല്ല പുറത്ത് പോകുന്നത്, മറിച്ച് അവരൊരു ഗെയിം, ഒരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കിൽ ഏറ്റവും കുറവ് പെർഫോമൻസ് നൽകുന്ന, ഏറ്റവും താഴ്ന്ന് നിൽക്കുന്ന 2 പേരെ ആയിരിക്കും ഔട്ടാക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള വോട്ടിങ് അടിസ്ഥാനത്തിലല്ല, പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവർ എവിക്റ്റ് ആവുക. ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് വേറെ ആരെയല്ല, നമ്മൾ അനീഷിനെയാണ്. അനീഷിന് 15 വോട്ടുകൾ കിട്ടിയിട്ട് അനീഷാണ് ഫസ്റ്റ് വന്നിട്ടുള്ള മിഡ് വീക്ക് എവിക്ഷനിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത്. രണ്ടാമത് ഒനിയൽ സാബു, ആൾക്കും അത്യാവശ്യം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്, ആളുകൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത് നമ്മുടെ കലാഭവൻ സരിക, പിന്നെ നമ്മുടെ സ്വന്തം രേണു സുധി വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ളത് നമ്മുടെ റന ഫാത്തിമ, പിന്നെ അത് അവസാനം ഷാരികയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ആരാ എവിക്റ്റ് ആവും എന്നാണ് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ.